മാധവിക്കുട്ടിയുടെ നെയ്പ്പായസം എന്ന ചെറുകഥയിൽ നിന്ന്. ചുരുങ്ങിയ തോതിൽ ശവദഹനം കഴിച്ചുകൂട്ടി ഓഫീസിലെ സ്നേഹിതന്മാരോട് വേണ്ട പോലെ നന്ദി പ്രകടിപ്പിച്ച് രാത്രി വീട്ടിലേക്ക് മടങ്ങുന്ന ആ മനുഷ്യനെ നമുക്ക് അച്ഛൻ എന്ന് വിളിക്കാം. കാരണം ആ പട്ടണത്തിൽ അയാളുടെ വില അറിയുന്നവർ 3 കുട്ടികൾ മാത്രമേയുള്ളൂ. അവർ അയാളെ അച്ഛ എന്നാണ് വിളിക്കാറുള്ളത്. ബസ്സിൽ അപരിചിതരുടെ ഇടയിൽ ഇരുന്നു കൊണ്ട് അയാൾ ആ ദിവസത്തിനെ ഓരോ നിമിഷങ്ങളും വെവ്വേറെ എടുത്ത് പരിശോധിച്ചു. രാവിലെ എഴുന്നേറ്റത് തന്നെ അവളുടെ ശബ്ദം കേട്ടിട്ടാണ്. മൂടി പൊതച്ച് കിടന്നാൽ പറ്റുമോ ഉണ്ണിയെ, ഇന്ന് തിങ്കളാഴ്ചയല്ലേ? അവൾ മൂത്ത മകനെ ഉണർത്തുകയായിരുന്നു. അതിനുശേഷം ഉലഞ്ഞ വെള്ള സാരി ഉടുത്ത് അവൾ അടുക്കളയിൽ ജോലി തുടങ്ങി. തനിക്ക് ഒരു വലിയ കോപ്പയിൽ കാപ്പി കൊണ്ടുവന്ന് തന്നു. പിന്നെ എന്തെല്ലാമുണ്ടായി. മറക്കാൻ പാടില്ലാത്ത വല്ല വാക്കുകളും അവൾ പറഞ്ഞുവോ? എത്ര തന്നെ ശ്രമിച്ചിട്ടും അവൾ പിന്നീട് പറഞ്ഞതൊന്നും ഓർമ്മ വരുന്നില്ല. മൂടിപ്പൊതച്ച് കിടന്നാൽ പറ്റുമോ, ഇന്ന് തിങ്കളാഴ്ചയല്ലേ? ആ വാക്യം മാത്രം മായാതെ ഓർമ്മയിൽ കിടക്കുന്നു. അതൊരു ഈശ്വരനാമം എന്ന പോലെ അയാൾ മന്ത്രിച്ചു. അത് മറന്നുപോയാൽ തൻ്റെ നഷ്ടം പെട്ടെന്ന് അസഹനീയമായി തീരുമെന്ന് അയാൾക്ക് തോന്നി. ഓഫീസിലേക്ക് പോകുമ്പോൾ കുട്ടികൾ കൂടെയുണ്ടായിരുന്നു. അവർക്ക് സ്കൂളിൽ വെച്ച് കഴിക്കാനുള്ള പലഹാരങ്ങൾ ചെറിയ അലൂമിനിയ പാത്രങ്ങളിലാക്കി അവൾ എടുത്തു കൊണ്ടുവന്ന് തന്നു. അവളുടെ വലത്തെ കൈയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി പറ്റി നിന്നിരുന്നു. ഓഫീസിൽ വെച്ച് അവളെപ്പറ്റി ഒരിക്കലെങ്കിലും ഓർക്കുകയുണ്ടായില്ല. 1-2 കൊല്ലങ്ങൾ നീണ്ടു നിന്ന ഒരനുരാഗ ബന്ധത്തിൻ്റെ ഫലമായിട്ടാണ് അവർ വിവാഹം കഴിച്ചത്. വീട്ടുകാരുടെ സമ്മതത്തോടെയല്ല. എങ്കിലും അതിനെപ്പറ്റി പശ്ചാത്തപിക്കുവാൻ ഒരിക്കലും തോന്നിയില്ല. പണത്തിൻ്റെ ക്ഷാമം, കുട്ടികളുടെ അനാരോഗ്യ കാലങ്ങൾ, അങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ അവരെ തളർത്തിക്കൊണ്ടിരുന്നു. അവൾക്ക് വേഷധാരണത്തിൽ ശ്രദ്ധ കുറഞ്ഞു. അയാൾക്ക് പൊട്ടിച്ചിരിക്കുവാനുള്ള കഴിവ് ഏതാണ്ടൊക്കെ നശിച്ചു. എന്നാലും അവർ തമ്മിൽ സ്നേഹിച്ചു. അവരുടെ 3 കുട്ടികൾ അവരെയും സ്നേഹിച്ചു. ആൺകുട്ടികളായിരുന്നു. ഉണ്ണി 10 വയസ്സ്, ബാലൻ 7 വയസ്സ്, രാജൻ 5 വയസ്സ്. മുഖത്ത് എല്ലായ്പ്പോഴും മെഴുക്ക് പറ്റി നിൽക്കുന്ന 3 കുട്ടികൾ. പറയത്തക്ക സൗന്ദര്യമോ സാമർഥ്യമോ ഒന്നുമില്ലാത്തവർ. പക്ഷേ അമ്മയും അച്ഛനും അന്യോന്യം പറഞ്ഞു, ഉണ്ണിക്ക് എൻജിനീയറിങ്ങിലാ വാസന. അവൻ എപ്പോഴും ഓരോന്നുണ്ടാക്കിക്കൊണ്ടിരിക്കും. ബാലനെ ഡോക്ടറാക്കണം. അവൻ്റെ നെറ്റി കണ്ടോ? അത്ര വലിയ നെറ്റിയുടെ ബുദ്ധിയുടെ ലക്ഷണാ. രാജൻ ഇരുട്ടത്ത് നടക്കാനും കൂടി പേടിയില്ല. അവൻ സമർത്ഥന. പട്ടാളത്തിൽ ചേരേണ്ട മട്ടാ. അവർ താമസിച്ചിരുന്നത് പട്ടണത്തിൽ ഇടത്തരക്കാർ താമസിക്കുന്ന ഒരു ചെറിയ തെരുവിലാണ്. 1-ാം നിലയിൽ 3 മുറികളുള്ള ഒരു ഫ്ലാറ്റ്. ഒരു മുറിയുടെ മുമ്പിൽ കഷ്ടിച്ച് 2 ആൾക്ക് നിൽക്കുവാൻ സ്ഥലമുള്ള ഒരു കൊച്ചു വരാന്തയുമുണ്ട്. അതിൽ അമ്മ നനച്ചുണ്ടാക്കിയ ഒരു പനിനീർ ചെടി ഒരു പൂച്ചട്ടിയിൽ വളരുന്നു. പക്ഷേ ഇതേവരെ പൂവുണ്ടായിട്ടില്ല. അടുക്കളയിൽ ചുമരിന്മേൽ തറച്ചിട്ടുള്ള കൊളുത്തുകളിൽ പിച്ചള ചട്ടുകങ്ങളും കരണ്ടികളും തൂങ്ങിക്കിടക്കുന്നു. സ്റ്റൗവിൻ്റെ അടുത്ത് അമ്മ ഇരിക്കാറുള്ള ഒരു തേഞ്ഞ പലകയുണ്ട്. അവൾ അവിടെ ഇരുന്ന് ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴാണ് സാധാരണയായി അച്ഛൻ ഓഫീസിൽ നിന്ന് മടങ്ങിയെത്തുക. ബസ് നിന്നപ്പോൾ അയാൾ ഇറങ്ങി.